ഹലോ ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ എൻ്റെ കൂടെ പുതിയൊരാളും കൂടിയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ലീവിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ ഒരു ഹൽദി ഫംഗ്ഷനായിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഹൽദി നടക്കുന്നിടത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഹൽദി നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹൽദിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്റ്റേജും കാര്യങ്ങളുമൊക്കെ. പിന്നെ നമ്മുടെ ഇവിടെ റിലേറ്റീവ്സും പിന്നെ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരും എല്ലാവരും വന്നവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ദേവുവിനെ തിരക്കി ഇറങ്ങിയപ്പോഴാണ് അവൾക്ക് നല്ല അടിപൊളി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഇത് നമ്മൾ സ്റ്റേജിൽ ഡാൻസിന് വേണ്ടി ഞങ്ങൾ സെയിം ആയിട്ട് തയ്പ്പിച്ചെടുത്ത ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ഞങ്ങൾ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങൾ കസിൻസ് എല്ലാവരും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾമാർ വഴുതി മാറാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും അവൾമാർ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും പോസ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. വേണ്ട എല്ലാ ആൾക്കാരും ഉണ്ട്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചിമാർ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിൽപ്പുണ്ട്. ഇതാണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇനി വരണം. അടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെയാണ് അവിടെ ഫ്രണ്ടിൽ കസേരയിലൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെറുക്കനും കൂട്ടരും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ സ്വീകരിക്കാനായിട്ട് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോണ്ട്. നമ്മുടെ ആമിച്ചായും പൊന്നൂട്ടിയും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നോക്കിയിരിക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റേജിലോട്ട് പെണ്ണിനെയും ചെറുക്കനെയൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ചെറുക്കനും പെണ്ണിനും മഞ്ഞൾ തേക്കുക, ഈ മധുരം കൊടുക്കുക, അതൊക്കെയാണ് ചടങ്ങ്. നമ്മുടെ കല്യാണങ്ങൾക്കൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴല്ലേ ഇതൊക്കെ ഒരു ട്രെൻഡായത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇതിപ്പോൾ രണ്ടാമത്തെ ഹൽദി ഫംഗ്ഷനാണ്. പിന്നെ കസിൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു അടിപൊളി രസമല്ലേ, ഇത് നല്ല വൈബല്ലേ. അങ്ങനെ പിന്നെ അവരൊക്കെ ഇറങ്ങി. പിന്നെ അടുത്ത റിലേറ്റീവ്സ് എല്ലാം മഞ്ഞൾ തേച്ച് കൊടുത്തു. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും കൂടെ ചെറുക്കനും പെണ്ണിനും മഞ്ഞൾ തേക്കാനായിട്ട് സ്റ്റേജിൽ കയറിയതാണ്. പിന്നെ കുറച്ച് മധുരമൊക്കെ ഞങ്ങൾ കൊടുത്തു. ഗുളുവിന് ഭയങ്കര സന്തോഷമായിരുന്നു മഞ്ഞൾ തേച്ച് കൊടുക്കാനും. അവൾക്കൊരു രസം അതൊക്കെ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പെതുക്കെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾമാരൊക്കെ. പിന്നെ പെണ്ണ് നമ്മുടെ മഞ്ഞൾ തേപ്പൊക്കെ കഴിഞ്ഞ് വന്ന് മുഖമൊക്കെ വാഷ് ചെയ്ത് ഡാൻസിനുള്ള തയ്യാറെടുപ്പിലോട്ട് മാറുകയാണ്. നമ്മളെ ഓരോരുത്തർ വന്ന് വിളിക്കുന്നുണ്ട്, വരൂ സ്റ്റേജിലോട്ട് വാന്നും പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കാണുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ പാട്ടുമായിട്ട് ഇടാൻ നോക്കി. അപ്പം കോപ്പിറൈറ്റ് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ സോങ് ഇല്ലാതെ ഞാൻ വോയിസ് മാത്രമായിട്ട് കയറ്റി ഇടുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ്. ഞങ്ങൾ കസിൻസ് എല്ലാവരുമാണിത്. കുഴപ്പമില്ലെന്നാണ് പ്രതീക്ഷ. ഇതാണെങ്കിൽ പെണ്ണിൻ്റെ അനിയത്തിമാർ മാത്രമായിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമായിരുന്നു. അവൾമാർ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റേജിൽ കയറി കളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പാട്ടുമായിട്ടിട്ടായിരുന്നെങ്കിൽ നല്ല ഗുമ്മായിരുന്നു കേൾക്കാനും കാണാനും എല്ലാം. പിന്നാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്തത് നമ്മുടെ ചെറുക്കനും പെണ്ണും അനിയത്തിമാരും മാത്രമായിട്ടുള്ള നല്ല തകർപ്പൻ പെർഫോമൻസ്. അവൻ കയറി ഇത്രയും കളിക്കുന്നൊന്നും ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. അവൾക്കാണെങ്കിൽ അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. പിന്നെ അവളെ വിട്ടുകൊടുക്കുമോ? അവളാരാ മോളോ? അവളും നല്ല അടിപൊളിയായിട്ട് തകർത്ത് കളിച്ചു കേട്ടോ. അടിപൊളി ഹൽദി ഫംഗ്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ കുരുന്നുമണീസ് അവൾമാരുടെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അവൾമാർക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതെല്ലാം സെറ്റ് ചെയ്ത് അവൾമാരും കളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോളുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് വീണ്ടും നമ്മുടെ പെണ്ണിന് കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഹൽദി ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ചെറുക്കനൊക്കെ കുറച്ച് നേരമായി പോയിട്ട്